ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റ്സ് കുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ. ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫ്. ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ബീഫ് കട്ട് ചെയ്യാണ്ട് നമുക്ക് വേവിക്കണം. 1 കിലോ ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെക്കുക. 4 വിസിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ബീഫ് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിനെ നീളത്തിൽ കട്ട് ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചോപ്പ് ചെയ്ത് വെച്ച വറ്റാർമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ ഈ ബീഫ് മുങ്ങാൻ പാകത്തിനുള്ള ഓയിൽ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ബീഫ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ആ ബീഫ് എടുത്ത് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈ ശരിക്കും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടത് നമുക്ക് വറ്റാർമുളക് 2 തണ്ട് വേപ്പിലയും എടുത്തിട്ട് വരട്ടാം. വരട്ടിയതിന് ശേഷം ഇത് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈയുടെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒനിയനും അതേപോലെ തന്നെ നാരങ്ങയും കൂടിയും വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റി ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഡിഷ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.